ശിക്ഷയെന്ന് വെച്ചാൽ ഈ ഭൂമിക്കാണ് ശിക്ഷയല്ല. ശിക്ഷ മരണാനന്തരം. ഒരാൾക്ക് മരണാനന്തരം ഈ ഭൂമി ചിലപ്പോൾ തകർച്ചകളും പ്രശ്നങ്ങളും ദുരിതങ്ങളും ബന്ധനങ്ങളും ഒക്കെ വരുമ്പോൾ നമ്മൾ ശിക്ഷ, ഇതല്ല ശിക്ഷ. ഇതൊക്കെ ചില അടയാളങ്ങൾ മാത്രമേ ഉള്ളൂ. യഥാർത്ഥ ശിക്ഷ എന്ന് വെച്ച് കഴിഞ്ഞാൽ മരണാനന്തരം ഓരോ ആത്മാവും ആ ഭൂമി വെച്ച് ചെയ്തിട്ടുള്ള ഓരോ പ്രവർത്തികളും, ശരീരം കൊണ്ട് ഞാനും നിങ്ങൾ ചെയ്തിട്ടുള്ള ഓരോ പ്രവർത്തികൾക്കും ദൈവം കൊടുക്കുന്ന ഒരു പ്രതിഫലമുണ്ട്. നിത്യതയിൽ കിട്ടുന്നത്, അത് മരണാനന്തരം കിട്ടുന്നത്. ഒന്നുകിൽ നേരിട്ട് സ്വർഗം, അതാണ് സഭ പഠിപ്പിക്കും, തിരുസഭയും വചനം പഠിപ്പിക്കും. ഒന്ന് നേരിട്ട് സ്വർഗം, അല്ലെങ്കിൽ ശുദ്ധീകരണത്തിലൂടെ സ്വർഗം, അല്ലെങ്കിൽ നിത്യ നരകം എന്ന് പറയുന്ന യാഥാർത്ഥ്യമുണ്ട്. ഇതെല്ലാം നമ്മൾ അവിശ്വസിച്ചുകൊണ്ട് നമ്മൾ ഈ ലോകത്തിൽ ഇങ്ങനെ കെട്ടിടങ്ങളും പണവും സമ്പത്തും എല്ലാം ഇങ്ങനെ പേരും പെരുമയും, ഞാനെല്ലാം നേടി ആഗ്രഹിച്ച പോലെ നടന്നു. ആഗ്രഹിച്ചൊന്നുമില്ല, ഇതെല്ലാം ആഗ്രഹിക്കേണ്ടതല്ലായിരുന്നു. മരണസമയത്ത് നമ്മൾ എല്ലാവരും പറയും, ഇതൊന്നും അല്ലായിരുന്നു ഞാൻ ആഗ്രഹിക്കേണ്ടത്. ആഗ്രഹിക്കേണ്ടതിന്റെ കർത്താവിനെ മാത്രമായിരുന്നു. മരണം എന്ന ദിവസം, ലാസ്റ്റ് ഡേ, നിന്റെ മരണത്തിന്റെ ദിവസം ഡോക്ടർ കുറിക്കുന്ന ഒരു ദിവസം ഉണ്ടല്ലോ, ആ ദിവസമാണ് നിന്റെ ജീവിതത്തിൽ നീ ചങ്കുപൊട്ടി പേടിക്കാൻ പോകുന്ന ദിവസം. അതുവരെ നമുക്ക് പേടിയൊന്നും കാണത്തില്ല. ആരെ പേടി? അപ്പനെ, അമ്മയെ, സഹോദരങ്ങളെയോ, ഭാര്യ, മക്കളെ, നാട്ടുകാരെ, ദൈവത്തെ പോലും പേടി കാണില്ല. ഒന്നിനെ പേടി. പക്ഷെ മരിക്കുന്ന ദിവസം നിനക്കൊരു ഭയം ഉണ്ടാകും. കാരണം വെച്ചാൽ അടുത്ത നിമിഷം എന്റെ പ്രവൃത്തിയുടെ ഫലം ഞാൻ അനുഭവിക്കേണ്ടി വരും. സുഭാഷകൾ പുസ്തകത്തിന്റെ 28:13 തെറ്റുകൾ മറച്ചു വെക്കുന്നവന് ഐശ്വര്യം ഉണ്ടാകുകയില്ല, അവ ഏറ്റുപറഞ്ഞ് പരിത്യജിക്കുന്നവന് കരുണ ലഭിക്കും. പ്രസലോഷ്. ഈ ബൈബിൾ മുഴുവൻ പഠിക്കുന്ന ആർക്കും, ഈ ബൈബിൾ മുഴുവൻ വെച്ച് ആർക്കും ഞാൻ പറയും, മരിക്കാൻ കിടക്കുന്നവന് കൊടുത്ത വചനമാണ്. പ്രസലോഷ്. അത് ഈ ഭൂമിയോട് വിട പറയേണ്ട മനുഷ്യന് ഭൂമിയിലുള്ള ജീവിതത്തിന് ശേഷം അവൻ എത്താൻ പോകുന്ന നിത്യതയെക്കുറിച്ചുള്ള സംഭവമാണ് വചനത്തിൽ കിടക്കുന്നത്. ഹല്ലേലൂയ. ബന്ധനം എന്താണ്? ശരിക്കും ബന്ധനം വെച്ചാൽ ഈ ദൈവത്തെ മറന്ന് നമ്മൾ ഈ ഭൂമി ജീവിക്കാനുള്ള ആ പ്രേരണയാണ്. ബന്ധനം ഇതാണ്. ആ വിശ്വാസം കിട്ടുന്നില്ല. എപ്പോഴും ഈ ലോകം, പണം, പേര്, മത്സരബുദ്ധി, നീയാണോ വലുത്, ഞാനാണോ വലുത്, നിന്നേക്കാൾ വലുതാണ് എനിക്ക്, നിന്നേക്കാൾ ഇങ്ങനെ കോമ്പറ്റീഷൻ, ഇങ്ങനെയുള്ള എല്ലാ ആത്മീയ മേഖല എല്ലായിടത്തും ഈ കോമ്പറ്റീഷൻ. ഇതാണ് ബന്ധനം. ഇതാണ് ഈ ലോകമേ ഉള്ളൂ. ഇതാണ് സുഖം ആസ്വദിക്കാൻ, ഈ സുഖത്തോടുള്ള ആസക്തിയാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ട മക്കൾ, എന്നെ ഇവിടെ എന്ത് വിദ്യാഭ്യാസമുള്ള ഒരു ഓർത്തുള്ളൂ. ഈ ഡോക്ടറാകാം, എഞ്ചിനീയർ ആകാം, എല്ലാം പഠിച്ചു, എല്ലാം അറിഞ്ഞു. എന്തറിഞ്ഞു? ഒന്നും അറിഞ്ഞിട്ടില്ല. പ്രസലോഷ്. എന്ത് ചെറിയ അറിവുകൊണ്ട് എല്ലാം അറിഞ്ഞു എന്ന് പറഞ്ഞിട്ടുള്ള അഹംഭാവം നമ്മളോട്ട് കയറുന്നുണ്ട്. അതെടുത്ത് കളയുന്നതല്ല. ഹല്ലേലൂയ. മാനസാന്തരപ്പെടും, ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു.